സ്മൈലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ. സ്റ്റാർട്ട് ചെയ്യാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം വിസ്കസ് ബലമാണ്. വിസ്കസ് ബലം. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ. അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ്. വളരെ താഴ്ന്ന ഊഷ്മാവില് വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. ബൊറാക്സ് എന്തിന്റെ അയിരാണ്? ബൊറാക്സ് എന്തിന്റെ അയിരാണ്? സോഡിയമാണ്. സോഡിയത്തിന്റെ അയിരാണ് ബൊറാക്സ്. ബൊറാക്സ് എന്തിന്റെ അയിരാണ്? സോഡിയത്തിന്റെ അയിരാണ്. ലിംക ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിംക ട്രോഫി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ് ആണ്. ചെസ്. ലിംക ട്രോഫി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ്? സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം. ദേശീയ പതാകയിൽ ഭൂമധ്യരേഖ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം ഏതാണ്? ദേശീയ പതാകയില് ഭൂമധ്യരേഖ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം നൗറു ആണ്. നൗറു. ദേശീയ പതാകയിൽ ഭൂമധ്യരേഖ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യമാണ് നൗറു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? ഇന്ത്യയിലെ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? സ്വദേശി പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചതാര്? കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ. പുസ്തകത്തിന്റെ പേര് ഇരുളടഞ്ഞ ഏടുകൾ. രചിച്ചത് ഇളംകുളം PN കുഞ്ഞൻ പിള്ളയാണ്. ഇളംകുളം PN കുഞ്ഞൻ പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഹക്കീം അജ്മൽ ഖാൻ ആണ്. ഹക്കീം അജ്മൽ ഖാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഹക്കീം അജ്മൽ ഖാൻ. പാളിയം സത്യാഗ്രഹത്തിന്റെ എത്രാം ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്? പാളിയം സത്യാഗ്രഹത്തിന്റെ എത്രാമത്തെ ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്? 100-ാം ദിവസമാണ്. പാളിയം സത്യാഗ്രഹത്തിന്റെ 100-ാമത്തെ ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഗ്രൂപ്പില് മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? നിരണം കവികൾ ആരെല്ലാമാണ്? മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപ്പണിക്കർ എന്നിവരാണ് നിരണം കവികൾ എന്നറിയപ്പെട്ടത്. മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപ്പണിക്കർ. നിരണം കവികൾ ആരെല്ലാമാണ്? മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപ്പണിക്കർ. അടുത്തത് കോവളം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാമാണ്? കോവളം കവികൾ അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ് കോവളം കവികൾ എന്ന് അറിയപ്പെടുന്നത്. അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ് കോവളം കവികൾ എന്ന് അറിയപ്പെടുന്നത്. നിയമനിർമ്മാണ വേളയിൽ
ഒരു ബില്ലിനെ കുറിച്ച് പൊതു ചർച്ച നടക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അത് അവസാനിപ്പിച്ചിട്ട് ബില്ലിന്റെ അനന്തര ഘട്ടത്തിലേക്ക് നീങ്ങണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് എന്ത്? ക്ലോഷർ മോഷൻ ആണ്. ക്ലോഷർ മോഷൻ. നിയമനിർമ്മാണ വേളയിൽ ഒരു ബില്ലിനെ കുറിച്ച് പൊതു ചർച്ച നടക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിച്ചിട്ട് ബില്ലിന്റെ അനന്തര ഘട്ടത്തിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ക്ലോഷർ മോഷൻ. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ എൻതാൽപ്പിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു? ഒരു പീരിയഡില് ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും അയോണീകരണ എൻതാൽപ്പിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. അയോണീകരണ എൻതാൽപ്പി കൂടുന്നു ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും. ഇനി ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പി കുറയുന്നു. ഒരു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ അയോണീകരണ എൻതാൽപ്പി കൂടുന്നു. അടുത്തത്, ലിപ്പിഡോലൈറ്റ് എന്തിന്റെ അയിരാണ്? ലിപ്പിഡോലൈറ്റ് എന്തിന്റെ അയിരാണ്? ലിഥിയത്തിന്റെ അയിരാണ് ലിപ്പിഡോലൈറ്റ്. ലിപ്പിഡോലൈറ്റ് എന്തിന്റെ അയിരാണ്? ലിഥിയമാണ്. ലിഥിയത്തിന്റെ അയിരാണ് ലിപ്പിഡോലൈറ്റ്. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദൻ. പുസ്തകത്തിന്റെ പേര് എഴുത്തച്ഛൻ എഴുതുമ്പോൾ. രചിച്ചതാരാണ്? കെ സച്ചിദാനന്ദൻ. സ്വദേശി മിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. സ്വദേശി മിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ജി സുബ്രഹ്മണ്യ അയ്യരാണ് സ്വദേശി മിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ജി സുബ്രഹ്മണ്യ അയ്യറാണ് സ്വദേശി മിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ ആരാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടത്താനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനാണ് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ല. ഏത് സമരം നടത്താൻ വേണ്ടിയിട്ടാണ്? ചമ്പാരൻ സമരം നടത്താൻ വേണ്ടിയിട്ടാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടത്താനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഏത് തരം അധികാരത്തിന് ഉദാഹരണമാണ്? ആരൊക്കെ തമ്മിലുള്ള തർക്കങ്ങളാണ്? കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഏത് തരം അധികാരത്തിന് ഉദാഹരണമാണ്? ഉത്ഭവാധികാരത്തിന് ഉദാഹരണമാണ്. ഉത്ഭവാധികാരം. ഏത് ആരാധനാലയത്തിന്റെ തെക്കേ കവാടമാണ് അലൈ ദർവാസ? അലൈ ദർവാസ ഏത് ആരാധനാലയത്തിന്റെ തെക്കേ കവാടമാണ്? കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് ആണ്. കുവത്ത് ഉൽ ഇസ്ലാം മോസ്കിന്റെ തെക്കേ കവാടമാണ് അലൈ ദർവാസ. ഏത് ആരാധനാലയത്തിന്റെ തെക്കേ കവാടമാണ് അലൈ ദർവാസ? ഏതിന്റെയാണ്? കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക്. എസ് കെ പൊറ്റക്കാടിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ? ശ്രീധരൻ എന്നത് എസ് കെ പൊറ്റക്കാടിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഒരു ദേശത്തിന്റെ കഥ. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ. ഒരു ദേശത്തിന്റെ കഥ ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാടിന്റെ നോവലാണ്. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ. ഗുരുനാനാക്കിന്റെ ആദ്യ ജീവചരിത്രം രചിച്ച സിഖ് ഗുരു ആരാണ്? ഗുരുനാനാക്കിന്റെ ആദ്യത്തെ ജീവചരിത്രം രചിച്ച സിഖ് ഗുരുവാണ് അങ്കദ്. ചാലിയൻകോട്ട നശിപ്പിച്ച വർഷം. ചാലിയൻകോട്ട നശിപ്പിച്ച വർഷം 1571. ചാലിയൻകോട്ട നശിപ്പിച്ച വർഷം ഏതാണ്? 1571. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം.
മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത് ഗവൺമെന്റ് ബിൽ എന്നാണ്. ഗവൺമെന്റ് ബിൽ. മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത് സ്വകാര്യ ബിൽ എന്നാണ്. അപ്പൊ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത് ഗവൺമെന്റ് ബിൽ എന്നും മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത് സ്വകാര്യ ബിൽ എന്നുമാണ്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ. റാംസാർ കൺവെൻഷൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തണ്ണീർത്തടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷം. കേരളത്തിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷം 2007 ആണ്. 2007. ഏത് യൂറോപ്യൻ ശക്തിയുമായിട്ടാണ് കൃഷ്ണദേവരായർക്ക് സൗഹൃദ ബന്ധമുണ്ടായിരുന്നത്? ഏത് യൂറോപ്യൻ ശക്തിയുമായിട്ടാണ് കൃഷ്ണദേവരായർക്ക് സൗഹൃദ ബന്ധമുണ്ടായിരുന്നത്? പോർച്ചുഗലുമായിട്ടാണ്. പോർച്ചുഗൽ. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ. നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ് 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ മലയാളിയാണ് PDT ആചാരി. PDT ആചാരി. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ്. തോട്ടിയുടെ മകൻ എന്ന കൃതി ആരുടേതാണ്? തകഴിയുടേതാണ്. തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടിയാണ്. പനത്തടി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തില് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് അമ്പലവയൽ. അമ്പലവയൽ. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹമാണ് ചെമ്പ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ആണ് ഹാൻഡ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ആണ് ഹാൻഡ്. അമേരിക്കയിലെ ടെന്നസ്ലി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. ദാമോദർ വാലിയാണ്. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതി അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലാണ്. സമാധാന നോബലിന് അർഹനായ ആദ്യത്തെ ഏഷ്യക്കാരൻ. സമാധാന നോബലിന് അർഹനായ ആദ്യത്തെ ഏഷ്യക്കാരൻ ലേ ഡക് തോയാണ്. ലേ ഡക് തോയാണ് സമാധാന നോബലിന് അർഹനായ ആദ്യത്തെ ഏഷ്യക്കാരൻ. വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതി ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് വള്ളത്തോൾ സാഹിത്യ സമിതിയാണ്. വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നതോ ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്.
മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി? ജോർജ് ജോസഫാണ്. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച മലയാളിയാണ് ജോർജ് ജോസഫ്. ജോർജ് ജോസഫ്. എം മുകുന്ദന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ദാസൻ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ദാസൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ കൃതിയാണ്? എം മുകുന്ദന്റെ കൃതിയാണ്. എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ദാസൻ. ഉപനിഷത്തുക്കളെ അടിസ്ഥാനമാക്കി സുകുമാർ അഴീക്കോട് രചിച്ച ഗ്രന്ഥം? തത്വമസി. ഉപനിഷത്തുക്കളെ അടിസ്ഥാനമാക്കിയിട്ട് സുകുമാർ അഴീക്കോട് രചിച്ച ഗ്രന്ഥമാണ് തത്വമസി. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുന്നത്? 18 വയസ്സിന്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യയിലെ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 1-ാം ഭേദഗതി. 1-ാം ഭേദഗതി. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായത് 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം 1851. അവസാനത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത് ദേവ് ആയിരുന്നു. രാധാകാന്ത് ദേവ് ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഈ ഒരു ചോദ്യത്തോടു കൂടി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.